ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥയിൽ ഗംഗ ഗൗരിയെ വിളിക്കുകയാണ്. ഗൗരി ചേച്ചി രക്ഷിക്കെന്നൊക്കെ പറഞ്ഞിട്ട് ആ സമയത്ത് ഗൗരി കണ്ണ് തുറക്കുന്നുണ്ട്. പക്ഷെ എഴുന്നേക്കാൻ നോക്കുമ്പോൾ പറ്റുന്നില്ല. ഗൗരിയെ ഗുരുവമ്മയുടെ ശിഷ്യ ബന്ധിക്കുകയാണ്. ഗൗരി അപ്പോൾ സ്വയം പറയുന്നുണ്ട്, എന്നെ ആരോ ബന്ധിതയാക്കുകയാണല്ലോ എന്നൊക്കെ, എനിക്ക് ഗംഗയെ സഹായിക്കാൻ പറ്റത്തില്ലല്ലോ എന്നൊക്കെ പറയുന്നു. ഓട്ടോക്കാരൻ ഒരു സ്ഥലത്തെത്തുമ്പോൾ വണ്ടി നിർത്തുന്നു. അതേ സമയത്ത് രാഹുൽ കുറച്ച് ഗുണ്ടകളെയും കാറിൽ നിന്നും ഇറക്കി വിടുന്നുണ്ട്. രാഹുൽ ഗുണ്ടകളോട് പറയുന്നുണ്ട്, ഗംഗയെ തൽക്കാലം എവിടെയെങ്കിലും ലോക്കാക്കിയിടണം, അതിനുശേഷം രാത്രിയിൽ അവളെ കൊന്നു കളയണമെന്നൊക്കെ പറയുന്നു. തൽക്കാലം നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ വരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് രാഹുൽ മറിഞ്ഞു നിൽക്കുകയാണ്. ഗംഗ ഓട്ടോയിൽ നിന്നും വെളിയിലേക്ക് ഇറങ്ങുന്നു. അപ്പോഴേക്കും മറ്റു ഗുണ്ടകളും ഗംഗയുടെ ചുറ്റും വരുന്നു. പെട്ടെന്ന് അതുവഴി ഒരു കാർ വരുന്നത് കാണുമ്പോൾ ഗുണ്ടകൾ മാറുന്നുണ്ട്. ആ സമയത്ത് ഗംഗ ഓടുകയാണ്, എന്നെ രക്ഷിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ആ കാർ നിർത്താതെ പോകുന്നുണ്ട്. ഗംഗ ഓടി മറിഞ്ഞൊക്കെ നിൽക്കുന്നുണ്ട്. പക്ഷെ ഗുണ്ടകൾ കാണുന്നുണ്ട്. വീണ്ടും ഗംഗ ഓടിക്കുകയാണ് ഗുണ്ടകള്. ഗുരുവമ്മയുടെ ശിഷ്യ ശ്രേയോട് പറയുന്നുണ്ട്, തൽക്കാലത്തേക്ക് ഗൗരിയെ ഞാൻ ബന്ധിച്ചിട്ടുണ്ട്. പക്ഷെ അത് കുറച്ച് സമയത്തേക്കേ പറ്റത്തുള്ളൂ. കുറെ സമയം കൂടി വേണമെങ്കിൽ അവളെ എൻ്റെ അടുത്ത് എത്തിക്കണം. അതിനുവേണ്ടിയാണ് ശ്രമിക്കേണ്ടതെന്നൊക്കെ പറയുന്നു. ശ്രേയ അപ്പോൾ അതിനുവേണ്ടി ശ്രമിക്കാനെന്നൊക്കെ പറയുന്നുണ്ട്. ഗുരുവമ്മയുടെ ശിഷ്യ ചെയ്യുന്നതൊക്കെ കണ്ടിട്ട് ശ്രേയ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഇവരെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? നേരത്തെ പലതും ചെയ്തിട്ടെല്ലാം ഫ്ലോപ്പ് ആയിട്ടുണ്ട്, അതുപോലെ ആകുമോ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട്. അതേ സമയത്ത് ഗംഗയാണെങ്കിൽ ഓടി ഒരു കെട്ടിടത്തിലേക്ക് കയറുകയാണ്. ഗുണ്ടകളും അത് കാണുന്നുണ്ട്. അവരപ്പോൾ വിചാരിക്കുന്നുണ്ട് അവളെ അവിടെ വെച്ച് കൊല്ലാമെന്നൊക്കെ. ഗംഗ ഗുണ്ടകളെ പേടിച്ചിട്ട് ഒരു ഫ്രീസർ റൂമിലേക്ക് കയറുകയാണ്. അത് ഫുൾ ഐസാണ്. ഗുണ്ടകൾ അപ്പോൾ പുറത്തുനിന്ന് പൂട്ടുന്നു. അതിനുശേഷം രാഹുലിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. രാഹുൽ അപ്പോൾ പറയുന്നുണ്ട്, ഞാൻ അങ്ങോട്ട് വരാമെന്ന്. ഗുരുവമ്മയുടെ ശിഷ്യ ശ്രേയോട് പറയുന്നുണ്ട്, ഗൗരിയെ ശക്തമായ മന്ത്രങ്ങൾ കൊണ്ടാണ് ബന്ധിച്ചിരിക്കുന്നത്. അവള് രക്ഷപ്പെടത്തില്ല. അഥവാ രക്ഷപ്പെട്ടാൽ പോലും ശക്തിയൊന്നും അധികമായിട്ടുണ്ടാകത്തില്ല ഗൗരിക്ക്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഗംഗയെ കൊല്ലണം. ഈ അവസരം നിങ്ങൾ കറക്റ്റായിട്ട് മുതലാക്കണമെന്നൊക്കെ പറയുന്നു. ശ്രേയ അതുപോലെ ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്നും പോകുന്നു. രാഹുൽ ഗുണ്ടകളുടെ അടുത്തേക്ക് വന്നിട്ട് പറയുന്നുണ്ട്, ഈ റൂമിനകത്ത് അവൾക്ക് അധിക കാലം അതിജീവിക്കാനൊന്നും പറ്റത്തില്ല. അതിനകത്ത് വെച്ച് തന്നെ അവൾ തീർന്നു പോകുമെന്നൊക്കെ പറയുന്നു. താഴെ കിടന്ന് ഗംഗയുടെ പേഴ്സും കിട്ടുന്നുണ്ട്. ആ പേഴ്സിനുള്ളിൽ നിന്ന് മൊബൈൽ എടുത്തതിന് ശേഷം രാഹുൽ മൊബൈൽ സ്വിച്ച് ഓഫ് ആക്കുന്നു. രാഹുൽ ശ്രേയെ വിളിക്കുന്നു. ശ്രേയെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, ഗംഗ ഒരു കോൾഡ് റൂമിൽ പൂട്ടിയിട്ടിരിക്കുകയാണ്, അവൾ അതിനകത്ത് കിടന്ന് മരിച്ചു പോകുമെന്നൊക്കെ പറയുന്നു. ശ്രേയയ്ക്ക് അത് കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമാകുന്നു. ആ നാശം പിടിച്ചവള് മരിച്ചാൽ മതിയായിരുന്നു, ഇന്ന് തന്നെ നമുക്ക് ആഘോഷമാക്കണമെന്നൊക്കെ പറയുന്നു. എന്തായാലും ഗൗരി എങ്ങാണം അവളെ അവിടെ രക്ഷിക്കാൻ വന്നാലും രക്ഷിക്കാൻ പറ്റരുത്. അതുകൊണ്ട് നിന്റെ കയ്യിൽ ആന്റി തന്നിരിക്കുന്ന ചരടാണെങ്കിൽ അവിടെ കെട്ടാനെന്ന് പറയുന്നു. രാഹുൽ ഉടനെ തന്നെ ഡോറിൽ പോയി ആ ചരടും കെട്ടുകയാണ്. ശ്രേയ പറയുന്നുണ്ട്, ഇത് നമുക്ക് ആഘോഷമാക്കണം, ഞാൻ പോയിട്ട് അമ്മയോടും ആന്റിയോടും പറയാം, നീയും അവിടെ നിന്നും പെട്ടെന്ന് പോരാനെന്നൊക്കെ പറയുന്നു. രാഹുലും ഗുണ്ടകളും അവിടെ നിന്നും പോകുന്നു. അതേ സമയത്ത് കൈലാസത്തിൽ സ്കൂൾ കഴിഞ്ഞിട്ട് മാളു വീട്ടിലേക്ക് വരുന്നു. ദേവയാനിയമ്മ ചോദിക്കുന്നുണ്ട്, ഇന്ന് നേരത്തെ സ്കൂൾ കഴിഞ്ഞോ എന്നൊക്കെ. മാളു കഴിഞ്ഞെന്ന് പറയുന്നു. മാളു ആണെങ്കിൽ ഗംഗെ ഗംഗെ എന്ന് വിളിക്കുന്നുണ്ട്. ഗംഗ എപ്പോൾ വരുന്നില്ല. മാളു ചോദിക്കുന്നുണ്ട്, ഗംഗ എവിടെയെന്ന്. അതേ സമയത്ത് കോൾഡ് റൂമിലാണെങ്കിൽ ഗംഗ ബഹളം വെക്കുകയാണ്, ഡോറ് തട്ടുകയാണ്, ആരെങ്കിലും രക്ഷിക്കെന്നൊക്കെ പറഞ്ഞിട്ട്. ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു. പുതിയൊരു കഥയുമായി വീണ്ടും കാണാം. താങ്ക് യു.